ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാര്യം നമ്മുടെ ഇവാൻ റിജോ, അതായത് നമ്മുടെ ഇച്ചുക്കുട്ടൻ ആദ്യമായിട്ട് ന്യൂസിലാൻഡിൽ വന്നിട്ട് കിൻഡർ ഗാർഡനിൽ പോകാൻ വേണ്ടി റെഡിയാവാണ്. ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് സ്കൂളിലൊക്കെ പോകാനായിട്ട്. അപ്പോൾ അമ്മ അവനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വിടാൻ പോകണം. അമ്മയ്ക്ക് വീഡിയോ പിടിക്കാൻ ചെന്നപ്പോൾ ചെറിയൊരു നാണം, ഒരു ചിരി കണ്ടില്ല അമ്മയുടെ. അവനെ കൊച്ചിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ആദ്യമായിട്ട് പോകാനുള്ള പരിപാടിയൊക്കെയാണ് ആൾ. അപ്പോൾ ആ മാതാവിൻ്റെ ഒരു തൈലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കതൊക്കെ നെറ്റിയിലൊക്കെ പൂശിയിട്ടൊക്കെ പോകുന്ന ആൾ. കുഴപ്പമില്ല, ആൾക്ക് പേടിയൊന്നുമില്ല. എന്നാലും എന്താ പറയുക, ഇനി അവിടെ ചെന്നിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അവൻ്റെ കാര്യങ്ങളൊക്കെ. കരയോ ഇനി അവിടെ നിൽക്കുമോ ഒന്നും ഒരു പിടുത്തമില്ല. നാട്ടിൽ കുറച്ച് നാൾ അവൻ കിൻഡർ ഗാർഡനിൽ പോയിരുന്നു. പക്ഷെ അന്ന് അവൻ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻട്രസ്റ്റ് ആയിരുന്നു സ്കൂളിൽ പോകാനായിട്ട്. ഇപ്പോൾ ആൾക്ക് തന്നെ പറയണമെന്നൊക്കെ പറയണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർ ബ്ലോഗ് ചെയ്യാൻ കൊടുക്കാം. അങ്ങനെ പ്രെയറൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇച്ചുക്കുട്ടൻ സ്കൂളിൽ പോകാൻ വേണ്ടി ചാടിത്തുള്ളി വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് സ്ലോ മോഷനിലൊക്കെ നിർത്തി നോക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൾ പോകാൻ റെഡിയാണ്. ഇപ്പോൾ ഇന്ന് കുഴപ്പമില്ല, ഇന്നിപ്പോൾ അപ്പയും അമ്മയൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് നല്ല ധൈര്യമാണ്. പിന്നെ അവർ സ്കൂളുകാർ പറഞ്ഞിട്ടോ, ഒരു 2-3 ഡേയ്സ് നിങ്ങൾ 1 hour കൂടി ഇരുന്നോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആൾക്ക് നല്ല ധൈര്യമാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഇനി അപ്പയും അമ്മ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കില്ല, അപ്പയമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ നോക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, കോഴ്സുകൾ ഇഷ്ടമാതിരിയുണ്ട്, ഇവിടെ പഠിക്കാനൊന്നുമില്ല, ചുമ്മാ പോയി കളിച്ചാൽ മതി, പാർക്കിൽ പോകണ മാതിരി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു വിട്ടാണ്. കൊച്ചല്ലേ, അപ്പോൾ അവന് 3.5 വയസ്സായിട്ടുള്ളൂ. അത് നമുക്കൊരു വിഷമം, അവനെ ഇങ്ങനെ കിൻഡർഗാർഡനിലേക്ക് ഇപ്പോൾ തന്നെ വിടുമ്പോൾ. എന്നാലും പിള്ളേർ പഠിക്കാണ്ട് പറ്റില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ അയക്കാം. അങ്ങനെ നമ്മൾ ഇച്ചുക്കുട്ടൻ്റെ കിൻഡർ ഗാർഡനിലെത്തി. ബസ് സ്റ്റാർട്ട്. അപ്പം അങ്ങനെ ഇച്ചുക്കുട്ടൻ അവിടെ കയറ്റാണ്. അവിടെ പാർക്ക് ഇതാണ് കാണുന്നത് അവരെ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കുട്ടികളുടെ. അപ്പോൾ നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ അവർ വീഡിയോ പിടിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ്, അവിടുത്തെ ടീച്ചറാണത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാര്യം നമ്മുടെ ഇവാൻ റിജോ, അതായത് നമ്മുടെ ഇച്ചുക്കുട്ടൻ ആദ്യമായിട്ട് ന്യൂസിലാൻഡിൽ വന്നിട്ട് കിൻഡർ ഗാർഡനിൽ പോകാൻ വേണ്ടി റെഡിയാവാണ്. ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് സ്കൂളിലൊക്കെ പോകാനായിട്ട്. അപ്പോൾ അമ്മ അവനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വിടാൻ പോകണം. അമ്മയ്ക്ക് വീഡിയോ പിടിക്കാൻ ചെന്നപ്പോൾ ചെറിയൊരു നാണം, ഒരു ചിരി കണ്ടില്ല അമ്മയുടെ. അവനെ കൊച്ചിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ആദ്യമായിട്ട് പോകാനുള്ള പരിപാടിയൊക്കെയാണ് ആൾ. അപ്പോൾ ആ മാതാവിൻ്റെ ഒരു തൈലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കതൊക്കെ നെറ്റിയിലൊക്കെ പൂശിയിട്ടൊക്കെ പോകുന്ന ആൾ. കുഴപ്പമില്ല, ആൾക്ക് പേടിയൊന്നുമില്ല. എന്നാലും എന്താ പറയുക, ഇനി അവിടെ ചെന്നിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അവൻ്റെ കാര്യങ്ങളൊക്കെ. കരയോ ഇനി അവിടെ നിൽക്കുമോ ഒന്നും ഒരു പിടുത്തമില്ല. നാട്ടിൽ കുറച്ച് നാൾ അവൻ കിൻഡർ ഗാർഡനിൽ പോയിരുന്നു. പക്ഷെ അന്ന് അവൻ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻട്രസ്റ്റ് ആയിരുന്നു സ്കൂളിൽ പോകാനായിട്ട്. ഇപ്പോൾ ആൾക്ക് തന്നെ പറയണമെന്നൊക്കെ പറയണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർ ബ്ലോഗ് ചെയ്യാൻ കൊടുക്കാം. അങ്ങനെ പ്രെയറൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇച്ചുക്കുട്ടൻ സ്കൂളിൽ പോകാൻ വേണ്ടി ചാടിത്തുള്ളി വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് സ്ലോ മോഷനിലൊക്കെ നിർത്തി നോക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൾ പോകാൻ റെഡിയാണ്. ഇപ്പോൾ ഇന്ന് കുഴപ്പമില്ല, ഇന്നിപ്പോൾ അപ്പയും അമ്മയൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് നല്ല ധൈര്യമാണ്. പിന്നെ അവർ സ്കൂളുകാർ പറഞ്ഞിട്ടോ, ഒരു 2-3 ഡേയ്സ് നിങ്ങൾ 1 hour കൂടി ഇരുന്നോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആൾക്ക് നല്ല ധൈര്യമാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഇനി അപ്പയും അമ്മ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കില്ല, അപ്പയമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ നോക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, കോഴ്സുകൾ ഇഷ്ടമാതിരിയുണ്ട്, ഇവിടെ പഠിക്കാനൊന്നുമില്ല, ചുമ്മാ പോയി കളിച്ചാൽ മതി, പാർക്കിൽ പോകണ മാതിരി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു വിട്ടാണ്. കൊച്ചല്ലേ, അപ്പോൾ അവന് 3.5 വയസ്സായിട്ടുള്ളൂ.
അത് നമുക്കൊരു വിഷമം അവനെ ഇങ്ങനെ കിൻഡർഗാർഡനിലേക്ക് ഇപ്പോൾ തന്നെ വിടുമ്പോൾ. എന്നാലും പിള്ളേർ പഠിക്കാണ്ട് പറ്റില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ അയക്കാം. അങ്ങനെ നമ്മൾ ഇച്ചുക്കുട്ടൻ്റെ കിൻഡർഗാർഡനിലെത്തി. ബസ് സ്റ്റാർട്ട്. അപ്പം അങ്ങനെ ഇച്ചുക്കുട്ടൻ അവിടെ കയറ്റാണ്. അവിടെ പാർക്ക് കാണുന്നത് അവരെ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കുട്ടികളുടെ. അപ്പോൾ നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ അവർ വീഡിയോ പിടിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ്, അവിടുത്തെ ടീച്ചറാണത്.